നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത് മറ്റുള്ളവരെ വിലയിരുത്താതിരിക്കുക. നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ, അതായത് സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ്. ഉസാമത്ത് ബിൻ സെയ്ദ് റഹിമഹുല്ലാഹു തആല യുദ്ധം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു ശത്രുവിനെ വെട്ടുന്ന സമയത്ത് ആ ശത്രു ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്. ഇത് നബി തങ്ങളുടെ അടുക്കൽ പോയി അദ്ദേഹം പറയുന്ന സമയത്ത് നബി തങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നു, നിനക്ക് അദ്ദേഹത്തെ വിലയിരുത്താൻ എന്ത് അധികാരമാണുള്ളത്? നീ അവരുടെ ശരീരം നെഞ്ചിനെ കീറി നോക്കിയോ? അദ്ദേഹം ഖിയാമത്ത് നാളിൽ ഷഹാദത്തുമായിട്ട് വന്നാൽ നീ അള്ളാഹുവിനോട് എന്ത് മറുപടി പറയും? നാം ഒരിക്കലും മറ്റൊരാളെ വിലയിരുത്തരുത്. അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ പ്രവർത്തനങ്ങളെ കൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യനെ വിലയിരുത്തരുത് എന്നാണ് നബി തങ്ങൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മഹാനായ ഇമാം ഷിറാസി റഹിമഹുല്ല ചെറുപ്പമായ സമയത്ത് തൻ്റെ പിതാവ് അദ്ദേഹത്തെ രാത്രി നമസ്കരിക്കാൻ വിളിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വുളൂഹ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് നോക്കി. ഒരു വീട്ടിലും ലൈറ്റ് ഓൺ ആക്കിയിട്ടില്ല, അതായത് വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങുകയാണ്. ഇത് കണ്ടുകൊണ്ട് അവർ പറയുന്നു ഇവർക്കെല്ലാം എണീറ്റ് 2 റക്അത്ത് നിസ്കരിച്ചൂടെ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. യാ ബുനയ്യ ഇൻ നിംത ലകാന ഖൈറൻ ലക്, നീ ഉറങ്ങിയിരുന്നെങ്കിൽ അതായിരുന്നു നിനക്ക് നല്ലത്. നീ ഒരു അമല് ചെയ്യുന്നുണ്ട് എന്ന് കരുതി മറ്റൊരാളത് ചെയ്യുന്നില്ലെങ്കിൽ അവരൊരിക്കലും മോശമായി ചിത്രീകരിക്കരുത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിനെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിന് കുറേ കാലം രാത്രി നമസ്കരിക്കാൻ കഴിയുന്നില്ല. ഇതിൻ്റെ കാരണം അദ്ദേഹം അന്വേഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി. അവർ ഒരു ദിവസം പള്ളിയിൽ പോകുന്ന സമയത്ത് അവിടെ ഒരാൾ കരയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു പോവുകയാണ്, അദ്ദേഹം വെറുതെ ആളുകളെ കാണിക്കാൻ വേണ്ടി കരയുകയാണ്, അദ്ദേഹം ഒരിക്കലും അള്ളാഹുവിന് വേണ്ടിയല്ല കരയുന്നത് എന്ന ഈ ഒരു വിചാരമാണ് അദ്ദേഹത്തെ രാത്രി നമസ്കാരം നിർവഹിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞത്. ഒരു കള്ളു കുടിച്ച് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് മരണപ്പെടുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു മഹാനോട് വന്ന് പറയുകയാണ്. ആ മഹാൻ വിസമ്മതിക്കുകയാണ്. അന്ന് രാത്രി അവരുടെ സ്വപ്നത്തിൽ, ആ മഹാൻ്റെ സ്വപ്നത്തിൽ ആ കള്ളുകുടിയനെ കാണുകയാണ്. അദ്ദേഹം പറയുകയാണ് അൽഹംദുലില്ലാഹ്, അതായത് അദ്ദേഹത്തിന് അള്ളാഹു സ്വർഗം നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കാരണം എന്തെന്ന് അറിയാൻ വേണ്ടി ആ മഹാൻ ആ ഭാര്യയുടെ അടുക്കൽ ചെല്ലുകയാണ്. അപ്പോൾ ആ ഭാര്യ പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അദ്ദേഹം മോശമായി നടന്നിരുന്ന ഒരാളാണ്. പക്ഷേ എല്ലാ വെള്ളിയാഴ്ചയും അദ്ദേഹം യതീം മക്കൾക്ക് ഭക്ഷിപ്പിക്കുകയും അവരെ തലോടുകയും അവരോട് ദുആ ചെയ്യാൻ പറയുകയും ചെയ്യുമായിരുന്നു. അവസാനമായി നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്, നാം ഒരു അമൽ ചെയ്യുന്നുണ്ട് എന്ന് കരുതി മറ്റൊരാളത് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നാം അവരെ കുറ്റപ്പെടുത്തരുത്. ബാഹ്യമായി നമുക്ക് അവരെ തെറ്റ് ചെയ്യുന്നവരായി കാണുമെങ്കിലും അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ചിലപ്പോൾ നല്ലവരായിരിക്കാം. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് പല ആളുകളും അവർ മുമ്പ് ചെയ്ത തെറ്റിന് തൗബ ചെയ്ത് മടങ്ങിയാൽ പോലും അതിനെ വീണ്ടും റീപോസ്റ്റ് ചെയ്തുകൊണ്ട് ആളുകൾ പിന്നെയും അദ്ദേഹത്തെ വേദനിപ്പിക്കാറുണ്ട്. നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നാം ഒരു സുന്നത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലാത്ത മറ്റു പല സുന്നത്തുകളുണ്ട്, അതിൽ പലതും അവർ ചെയ്യുന്നതായിരിക്കാം. അതുകൊണ്ട് നാം സ്വയം നന്നാവുകയും മറ്റുള്ളവരെ വിലയിരുത്താതിരിക്കുകയും ചെയ്യുക. ഇതിനർത്ഥം ഒരിക്കലും നാം തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ സപ്പോർട്ട് ചെയ്യണമെന്നല്ല, നാം നല്ല രീതിയിൽ അവരെ ഉപദേശിക്കണമെന്നാണ്. ഇതിനെല്ലാം ഉപരി നാം മറ്റുള്ളവരെ തെറ്റുകൾ വിലയിരുത്തുന്നതിന് പകരം നാം ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാക്കി അതിനെ തിരുത്തുക എന്നുള്ളതാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഇന്നക ഇൻ തുബീത നായിമൻ വതുസ്ബിഹ നാദിമൻ ഖൈറു മിൻ അൻ തുബീത ഖായിമൻ വതുസ്ബിഹ മുഅജിബൻ. രാത്രി നിസ്കരിക്കാതെ ഉറങ്ങി രാവിലെ അതിൻ്റെ പേരിൽ ഖേദിക്കുന്നവനായി എണീക്കുന്നത് നീ രാത്രി നിസ്കരിച്ച് രാവിലെ അഹങ്കാരിയായി എഴുന്നേൽക്കുന്നതിനേക്കാൾ ഖൈറാണ്. നാഥൻ നമുക്ക് സ്വയം നന്നാവാനും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ആഖിബത്ത് നന്നാക്കി മുഅ്മിനായി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.